കഴിഞ്ഞ എപ്പിസോഡിൽ പ്രേക്ഷക മനസ്സിനെ പിടിച്ചുലച്ച ദുഃഖകരമായ ഒരു സംഭവമാണ് സാർ വിവരിച്ചത്. ധാരാളം അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള സാർ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട അന്വേഷണത്തെ പറ്റി വിവരിക്കാമോ? അന്വേഷണത്തെ പറ്റി ചോദിച്ചാൽ, ഞാൻ എറണാകുളം സിറ്റിയിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരിക്കുമ്പോൾ ഒരു ദിവസം ഓഫീസിലുള്ളപ്പം എനിക്കൊരു ഫോൺ കോൾ കിട്ടി. അന്നത്തെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. അയാളുടെ വീടിനടുത്ത് ഒരു സ്ത്രീയെ കൊന്നിട്ടിരിക്കുന്നു, കഴുത്തറുത്ത്. അവിടെ ഒരു കത്തി കിടക്കുന്നുണ്ട്. ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കണ്ട് അകത്തേക്ക് കയറി വന്ന ഒരാളെ ഉപദ്രവിച്ചുകൊണ്ട് നിന്നവർ ചവിട്ടി താഴിടുകയും മറ്റും ചെയ്തു. അതിൽ വെച്ച് അയാളുടെ തല ഭിത്തിയിലടിച്ചു, പൊട്ടി രക്തം വന്നു. അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോലീസിനെ അയക്കണം. ഇത്രയുമാണ് മെസ്സേജ് കിട്ടിയത്. അപ്പോൾ വീടേതാണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടുപിടിക്കാമെന്ന് കരുതി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അന്നത്തെ CI രമേഷ് കുമാർ, വിജയ് ശങ്കർ, പിന്നെ എൻ്റെ സ്ക്വാഡിലെ ജേക്കബ്, ദിലീപ്, കുമാർ, അൻഷാദ്, ഷൈൻ, ഇങ്ങനെ ഞങ്ങളൊരു ടീമുണ്ടായിരുന്നു. ഞങ്ങൾ അവരെയും കൂട്ടി എത്രയും പെട്ടെന്ന് അവിടെ എത്താനുള്ള തയ്യാറെടുപ്പിൽ വളരെ സ്പീഡിൽ അവിടെ സ്ഥലത്തെത്തി. അന്വേഷിച്ചപ്പം അടുത്തൊരു വീട്ടിൽ മുകളത്തെ നിലയിൽ ഒരു 45 വയസ്സുള്ള ഒരു സ്ത്രീയെ കൊന്നിട്ടിരിക്കുന്നു. കഴുത്തിൽ കത്തി വെച്ച് മുറിച്ച പാടാണ്. കത്തി അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെന്തേന്ന് ചോദിച്ചപ്പോൾ, പരിക്ക് പറ്റിയ ആളെന്തേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു. ആരോ 2 പേര് വന്ന് ഈ സ്ത്രീയുടെ കഴുത്ത് മുറിച്ചു. എൻ്റെ മാലയെ പറ്റി കാണാതെ പോയിട്ടുണ്ട്. അത് അവിടെ പിടിയും വലിയും നടക്കുന്നത് കണ്ട് ഒരാൾ റോഡിൽ കൂടെ പോകുന്ന ആൾ പെട്ടെന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി മുകളിലേക്ക് ചെന്നു. 2 പേര് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അതിലൊരാൾ ഇയാളെ ചവിട്ടി താഴെയിട്ടു. ഇതാണ് ആദ്യത്തെ ഇൻഫർമേഷൻ. അന്ന് ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടാൻ കാരണം, അന്ന് ഞങ്ങൾക്കൊരു പ്രത്യേക സിസ്റ്റം ഉണ്ടായിരുന്നു. എവിടെ എന്ത് നടന്നാലും എത്രയും പെട്ടെന്ന് അറിയാനുള്ള ഒരു സംവിധാനം, ഒരു ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങളെ പഠിപ്പിച്ചത് ഇവിടെ മുൻപ് ACPമാരായിരുന്ന മാർട്ടിൻ കെ മാത്യു സാറ്, എൻ്റെ ഗുരുനാഥനായ ബ്രൂസ്ലി എന്നറിയപ്പെടുന്ന തോമസ് ഫിലിപ്പ് സാറ്, MI തോമസ് സാർ തുടങ്ങിയവരെല്ലാം അത്തരം നെറ്റ്വർക്കിനെ ഭംഗിയായി ഉപയോഗിച്ചിരുന്നവരാണ്. സിറ്റിയിൽ എന്തെങ്കിലും നടന്നാൽ ആദ്യം അവർക്കായിരിക്കും വിവരം ലഭിക്കുക. അപ്പോൾ ഒരു ഉദാഹരണത്തിനൊരു മോഷ്ടാവ് നഗരത്തിൽ വന്ന് ഒരു മോഷണം നടത്തിയാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലും KSRTC സ്റ്റാൻഡിലും പരിസരത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ലൈംഗിക തൊഴിലാളികൾ, ഓട്ടോറിക്ഷക്കാർ, ചെരിപ്പൂത്തികൾ, ബാറിലെ ജോലിക്കാർ, പിന്നെ അതുകൂടാതെ അധ്യാപകർ, അങ്ങനെ പല വിധത്തിലുള്ള കരിക്ക് വെട്ടുന്ന ആൾക്കാർ, ഇങ്ങനെ എല്ലാവരും സിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നെറ്റ്വർക്കിനെ ഞങ്ങൾ കാര്യമായി ഫലപ്രദമായി ഉപയോഗിക്കുമായിരുന്നു. എവിടെ എന്ത് നടന്നാലും ഞങ്ങളെ ആദ്യം വിളിച്ചറിയിക്കാനുള്ളൊരു സംവിധാനവും അന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാളാണ് എന്നെ വിളിച്ചറിയിച്ചത്. അപ്പോൾ വേറെ ഒരിക്കൽ നമ്മുടെ അന്നത്തെ CM സിറ്റിയിലേക്ക് വരുന്നൊരു പ്രോഗ്രാം ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അതിലേക്ക് കടന്നു പോകുമ്പോൾ വൈറ്റില ജംഗ്ഷനിൽ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ സിറ്റിയുടെ അകത്തേക്ക് വാഹനം വിട്ടു വരുന്നത് കണ്ടു. അവിടെ ഇരുന്ന ചെരുപ്പൂത്തി പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സാർ, CMൻ്റെ വണ്ടി സിറ്റിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. പ്രോഗ്രാം ഇല്ലാതെ പെട്ടെന്ന് അദ്ദേഹം എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗൺമാനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ഗസ്റ്റ് ഹൗസ് വരെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ പറഞ്ഞു തന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഈ ഇൻഫർമേഷൻ കിട്ടി? ഞങ്ങൾ അതിനൊക്കെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു വൈഡ് റേഞ്ച് ഓഫ് നെറ്റ്വർക്കിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരാം. ഞങ്ങൾ സംഭവ സ്ഥലത്തെത്തി, വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ മുകളിലാണ് ഒരു സ്ത്രീ മരിച്ചു, അവിടുത്തെ ആളുടെ ഭാര്യ മരിച്ചു കിടക്കുന്നെന്ന് പറഞ്ഞ് താഴെ കുറച്ചധികം ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ മുകളിലത്തെ നിലയിൽ കയറി ചെന്നപ്പം അവിടെ ഒരു സ്ത്രീ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കിടക്കുന്നു. അതിനടുത്ത് തന്നെ ഒരു കത്തി, വലിയൊരു കത്തി കിടക്കുന്നുണ്ടായിരുന്നു. ഒരു പുതിയ കത്തിയാണ് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പരിസരമൊക്കെ നോക്കിയതിന് ശേഷം താഴെ ആൾക്കാരെ കണ്ട് ചോദിക്കാനായിട്ട് താഴേക്ക് വന്നു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ ഒരു ശബ്ദം കേട്ട് മുകളിലേക്ക് ഓടി വരുമ്പോൾ ഒരാൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അയാളുടെ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, തലയിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. അയാളോട് ചോദിച്ചപ്പം അയാൾ സ്ഥിരമായി ഈ വഴിയിലൂടെ നടന്നു പോകുന്ന ആളാണ് ജോലിക്ക് പോകാൻ. അന്ന്
അതുപോലെ ജോലിക്ക് പോകാനോ പോയിട്ട് വരുമ്പോഴോ ആ സമയത്ത് അങ്ങ് അതിൽ കടന്നു പോകുമ്പോൾ ഈ വീടിൻ്റെ മുകളിൽ ഒരു സ്ത്രീയുടെ കരച്ചിലും രണ്ടുപേര് അവരെ കയറി പിടിക്കുന്നതുമായിട്ട് കണ്ടു. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്നതിനും സംഭവം എന്താണെന്ന് അറിഞ്ഞതിനും വേണ്ടി അയാൾ പെട്ടെന്ന് ഓടിയ മുകളിലേക്ക് ചെന്നു. ചെല്ലുന്ന വഴി താഴേക്ക് ഇറങ്ങി വന്ന അതിൽ ഒരാൾ, രണ്ടുപേരിൽ ഒരാൾ ഇയാളെ ചവിട്ടി താഴെയിട്ടു. അങ്ങനെയാണ് അയാളുടെ തലയ്ക്ക് മുറിവേറ്റത്. അയാൾ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാൻ മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ സ്ത്രീയുടെ കഴുത്ത് മുറിച്ച നിലയിൽ കിടക്കുന്നതുകൊണ്ട്, അവിടെ ഒരു കത്തി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഭയന്ന് താഴേക്ക് ഇറങ്ങിപ്പോന്നു. താഴെ വന്ന് ആളുകളോട് ഈ വിവരം സംസാരിച്ചു. അപ്പോൾ പരിക്ക് പറ്റിയതുകൊണ്ട് അയാൾക്ക് അവിടെ നിൽക്കാനും മറ്റും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെയുള്ളവരുടെ സഹായത്താൽ അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അപ്പോൾ ഞാനവിടെ ഹോസ്പിറ്റലിനടുത്ത് ഞങ്ങളുടെ ഒരു പെട്രോൾ പാർട്ടിയുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് അയാൾ പോരുത്, നമുക്ക് അയാളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതുകൊണ്ട് അയാളെ അവിടെ തടഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞു. അപ്പം അവരവിടെ പോയി നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അയാൾ പോകാൻ നിൽക്കുകയാണ്, തിടുക്കം കൂട്ടി നിൽക്കുകയാണ്, അയാൾക്ക് വീട്ടിൽ പോകണം, ഇതൊക്കെ കണ്ടിട്ട് അയാൾക്ക് ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. പിന്നെ വന്നോളാം എന്ന് പറഞ്ഞെങ്കിലും അവിടെ നിൽക്കട്ടെ, 5 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ അവിടെ അവർ നിർത്തി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ അവിടുത്തെ ബഹളം കണ്ട് മുകളിലോട്ട് ചെന്നപ്പോൾ എന്നെ 2 പേര് ചവിട്ടി താഴെ ഇട്ടു. അപ്പോൾ ഞാൻ അയാളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അവരെത്ര പേരുണ്ടായിരുന്നു? 2 പേര്. എന്ത് ചെയ്യുകയായിരുന്നു? അവർ താഴേക്ക് സ്റ്റെയർ കേസ് വഴി ഇറങ്ങി വരികയായിരുന്നു. അപ്പോൾ നമുക്ക് ആ സീനിനൊന്ന് മനസ്സിലേക്ക് വരുന്നതിന് വേണ്ടി ആരാണ് ചവിട്ടിയത്, അയാളുടെ ഉയരം എന്താണ്, അയാൾ എന്ത് ഡ്രസ്സാണ് ധരിച്ചിരുന്നത്, കാലിൽ ഷൂസ് ഉണ്ടായിരുന്നോ, മറ്റേ ആൾക്ക് ഉയരം കുറഞ്ഞവനാണോ കൂടിയ ആളാണോ, പാൻ്റാണോ മുണ്ടാണോ ധരിച്ചിരുന്നത്, അവിടെ എത്ര വയസ്സ് വരും, കണ്ടാക്കുറ്റവാളികളുടെ ലക്ഷണമുണ്ടോ, ഇങ്ങനെ ഒരു സാധാരണ നമ്മൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ അത് ഡയറിയിൽ കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ അന്വേഷണത്തിൻ്റെ മറ്റു ഘട്ടത്തിലേക്ക് കടക്കുകയും അവിടെയുള്ള ആൾക്കാരെ എന്താണ് സംഭവം എന്നറിയാൻ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ ആ സംഭവ സ്ഥലത്ത് അയാളെയും കൂട്ടി ആ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അയാളപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ റോഡിലൂടെ പോവുകയായിരുന്നു, പിടിയും വലിയും കെട്ടി ഞാൻ കണ്ട്, ശബ്ദവും കെട്ടി ഞാൻ ഓടി അകത്തേക്ക് ചെന്നു. സ്റ്റെപ്പ് വഴി ഞാൻ അകത്തേക്ക് കയറുന്ന വഴി 2 പേര് താഴേക്ക്, 2 പുരുഷന്മാർ ഓടി വരുന്നുണ്ടായിരുന്നു. അതിൽ ഒരാൾ എന്നെ ചവിട്ടി താഴേക്കിട്ടു, എൻ്റെ തല ഭിത്തിയിലടിച്ചു, അവർ താഴേക്ക് ഓടിപ്പോയി. ഞാൻ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി മുകളിൽ ചെന്ന് നോക്കിയപ്പം ഒരു സ്ത്രീ കഴുത്തറുത്ത നിലയിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, മരിച്ചെന്നാണ് തോന്നുന്നത്. കത്തി ഒരെണ്ണം, വലിയൊരു കത്തി പുതിയത് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ സംഭവം കണ്ട് എനിക്കവിടെ നിൽക്കാൻ തലകറങ്ങണ പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നു ഞാൻ താഴെയുള്ള ആൾക്കാരോട്, അപ്പം ഞാൻ താഴേക്ക് ഓടി വരുമ്പം താഴെയുള്ള ആളുകൾ മുകളിലോട്ട് കയറി വരുന്നുണ്ടായിരുന്നു, താഴത്തെ വീട്ടിലുള്ളവരൊക്കെ. അവരോട് ഞാൻ സംഭവം പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും മുകളിലോട്ട് വന്ന് ഇത് കണ്ടതിന് ശേഷം താഴെ വന്നപ്പോൾ ഞാനവിടെ തലയ്ക്ക് പരിക്ക് പറ്റി നിൽക്കുകയായിരുന്നു. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവം വിവരിച്ചതിന് ശേഷം അവരെന്നെ അവിടെ നിന്ന് പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. തുടർന്ന് അവിടെയുള്ളവരോട്, അവിടെ നിന്ന ആൾക്കാരോടൊക്കെ സംഭവത്തെപ്പറ്റി ചോദിച്ചതിന് ശേഷം ഇയാളെയും കൂട്ടി ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തി. സ്റ്റേഷനിൽ വന്ന് അപ്പം ഞാൻ ഇത് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ ഇത് കുറിക്കുന്നുണ്ടായിരുന്നു, ഒരു ഡയറിയിൽ ഇതൊക്കെ എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ വേർഷൻ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ കേസിനെ പറ്റി അയാളോട് ചോദിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഒന്നുകൂടെ വിവരിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പല കാര്യങ്ങളും ഇങ്ങനെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പം ചില കാര്യങ്ങളിൽ ചില വ്യത്യാസം കണ്ടു. അതായത് ഇറങ്ങി വന്ന് ഞങ്ങൾ കൂടുതൽ ചോദിച്ച ചോദ്യങ്ങൾ, ഇയാൾ എൻ്റെ ഉയരം എന്താണ്, അയാളുടെ ഇട്ടിരുന്ന ഡ്രസ്സ് എന്താണ്, ഇങ്ങനെ തുടങ്ങിയുള്ള 100,000 ചോദ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചോദിച്ചപ്പം രണ്ടാമത് ചോദിച്ചപ്പം ആദ്യം ചോദിച്ച ചോദ്യത്തിൽ നൽകിയ ഉത്തരത്തിൽ നിന്നും പലതും വ്യത്യസ്തമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു സംശയം തോന്നി, എന്തുകൊണ്ടാണ് അയാളൊരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളിട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ നിറം, ഷൂസ് ഇട്ടിട്ടുണ്ടോ, ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഷൂസ് ഇട്ടാണ് ചവിട്ടിയെങ്കിൽ പ്രത്യേകം അറിയാമല്ലോ. അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ അയാൾ വ്യത്യസ്തമായ ഉത്തരം തരാൻ തുടങ്ങി. ഞങ്ങൾ അയാളെ കൺഫ്രണ്ട് ചെയ്തു. നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, പിന്നെ ഇപ്പോൾ പറയുന്നത് എന്താണ് ഇങ്ങനെയായത് എന്ന് ചോദിച്ചപ്പം അയാൾക്കാകെ ഒരു പരിഭ്രമമായി.
കൂടുതൽ ചോദ്യം ചെയ്തപ്പം അയാളെ അവിടെ എന്തിനെത്തി എന്നത് മുതൽ ഉള്ള കാര്യങ്ങളിൽ തെറ്റുപറ്റുന്നതായി മനസ്സിലാക്കി. ഇപ്പോൾ ശരിയായ ഒരു സംശയം അയാളുടെ പേരിൽ വരികയും അയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്ത് ചെന്നപ്പം അയാൾ തന്നെയാണ് ഈ സ്ത്രീയെ കൊന്നതെന്നും അവരുടെ കഴുത്തിലുള്ള മാല ഞാൻ എടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്നും കത്തി അയാൾ തന്നെയാണ് വാങ്ങിയതെന്നും ആ കത്തി ആണ് അവിടെ കിടന്നതെന്നും ഒക്കെ സമ്മതിച്ചു. മാല എന്തേ എന്ന് ചോദിച്ചപ്പം അയാൾ പറഞ്ഞത് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് അത് മിസ്സായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം എവിടെയാണ് മിസ്സായെന്ന് അറിയാമോ? ഇല്ല, ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി എൻ്റെ കയ്യിൽ നിന്ന് ആ മാല മിസ്സായിപ്പോയി എന്ന് അയാൾ തറപ്പിച്ച് പറയാം. അപ്പോൾ അതിനകത്ത് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ അപ്പോൾ എന്തായാലും ഇയാളെ സംശയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇയാളൊരു ദേഹപരിശോധന നടത്തിയതിന് ശേഷം വേണം രാത്രി വിശദമായി ചോദ്യം ചെയ്യാൻ എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അയാളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പരിശോധിക്കുന്നതിനിടയിൽ ഡോക്ടർ അയാളുടെ ദേഹം പരിശോധിക്കുമ്പം ജീൻസ് താഴേക്ക് താഴ്ത്തിയപ്പം ജീൻസിൻ്റെ പുറകിൽ പുതുതായി തുന്നിച്ചേർത്ത അല്ലെങ്കിൽ മുമ്പില്ലാത്ത ഒരു പോക്കറ്റ് അവിടെ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്നതും അതിനകത്തുനിന്ന് മാലയുടെ ഒരു ചെറിയ പോർഷൻ വരുന്നതായി കണ്ടു. അപ്പോൾ മാല എവിടെ പോയി എന്നുള്ളതിൻ്റെ ഒരു സമാധാനവും അപ്പോൾ കിട്ടി. ഞാൻ ആദ്യം ആ മാല എടുക്കാൻ ആഞ്ഞെങ്കിലും അത് ഡോക്ടർ തന്നെ എടുക്കട്ടെ എന്ന് കരുതി ഞാൻ അവിടെ തന്നെ ഇരുന്നു. രണ്ടാണ് കാരണങ്ങൾ. ഒന്ന്, ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് ഞാൻ കയറി ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. അത് ഒരു തൊഴിലിൻ്റെ മാന്യതയ്ക്ക് നിരക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇത് എടുത്ത ഡോക്ടർ ഈ സാധനം ഹാജരാക്കിയിട്ട് ഇതിലെന്തോ രക്തക്കറ ഉള്ളത് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരി, ഡോക്ടർ ഹാജരാക്കി തന്നതിൻ്റെ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ മഹാസറിൽ വിവരിച്ച് ആ മാല എടുത്തു. അതുകൊണ്ട് ആ കേസിലുണ്ടായ ഗുണം, ഒരു സിവിൽ ഒരാൾ ആ മാല ഹാജരാക്കി തന്നതുകൊണ്ട് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ മൊഴിക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവുകയും തുടർന്ന് ആ കേസിൽ നടപടികളിൽ ഞങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കത്തി എവിടെ നിന്ന് കിട്ടി എന്ന് അയാളെ ചോദ്യം ചെയ്തപ്പം അയാൾ ഈ ആവശ്യത്തിലേക്ക് വാങ്ങിയതാണെന്നും അത് ഇന്ന കടയിൽ നിന്നാണ് വാങ്ങിയതെന്നും പുതിയതാണെന്നും അയാൾ പറഞ്ഞു. ഞങ്ങൾ അയാളെയും കൂട്ടി കടക്കാരൻ്റെ അടുത്ത് ചെന്നു. ചോദിച്ചപ്പോൾ ഇയാളെ കണ്ട് തിരിച്ചറിഞ്ഞ് കടക്കാരൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയതാണ് ഇത് പറഞ്ഞ് ഞങ്ങളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ വളരെ നല്ല രീതിയിൽ ആ കേസിനെ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും അയാൾക്ക് കിട്ടാവുന്ന നല്ല ഒരു ശിക്ഷ ലഭിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. ആ സമയത്തെ പോലീസിന്റെ ഇന്റലിജൻസ് കളക്ഷനെ പറ്റിയുള്ള സാറിന്റെ വിവരണവും ഒരു കുറ്റവാളി വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കുറ്റകൃത്യം സാർ പൊളിച്ചെടുക്കിയ രീതിയും വളരെ മനോഹരമായിരുന്നു. വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.